ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് റേഷ്യോസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ആക്ടിവിറ്റി റേഷ്യോസ് ആണ് ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റേഷ്യോ ആയിരുന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റേഷ്യോ ആണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്: നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ. അത് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ എന്ന് പഠിക്കുന്നതിന് നല്ലത് ആവറേജ് ട്രേഡ് റിസീവബിൾസ് എന്ന് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അതായത് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ് എന്ന് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്കറിയാം ഡെറ്റർ എന്ന് പറഞ്ഞാൽ ഡെറ്റർ നമുക്ക് പൈസ തരാനുള്ളവർ അല്ലേ. അസറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഒരു അസറ്റ്, ഒരു കറണ്ട് അസറ്റാണ് ഡെറ്റർ എന്ന് പറയുന്നത്. പൈസ തരാനുള്ളവർ. പൈസ തരാൻ ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ കടമായിട്ട് വിൽക്കുമ്പോഴാണ് അല്ലേ. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ് ഡെറ്റർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾസ് ആണ് ഇതിനകത്ത് വരിക. ഈ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് എന്താണ്? ബിൽസ് റിസീവബിളും പെടും, അതുപോലെ ഡെപ്റ്റേഴ്സും പെടും. അതായത് ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബിൽസ് റിസീവബിൾ ആൻഡ് ഡെപ്റ്റേഴ്സിനെയാണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ ഡെറ്റേഴ്സ് ഓപ്പണിംഗ് ഡേറ്റിൽ ഉണ്ടാകാം, ക്ലോസിംഗ് ഡേറ്റിൽ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെയാണ് ബിൽസ് റിസീവബിൾ ഓപ്പണിംഗ് ഉണ്ടാകാം, ക്ലോസിംഗ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആവറേജ് ബിൽസ് റിസീവബിൾ കിട്ടുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് ട്രേഡ് റിസീവബിൾസ് കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ് നമുക്ക് മന്ത്ലിയും അതുപോലെ ഡേയ്സിലൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പഠിച്ച പോലെ തന്നെ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആക്കി തരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അതിൽ ടോട്ടൽ സെയിൽസ് വന്നിട്ടുണ്ട് 1,75,000. ക്യാഷ് സെയിൽസ് പറയുന്നുണ്ട് 20%. അതായത് ടോട്ടൽ സെയിലിൻ്റെ 20% ക്യാഷ് സെയിൽസ്. ബാക്കിയുള്ളത് അപ്പോൾ എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും അല്ലേ. സെയിൽസ് റിട്ടേൺ ഉണ്ട്, അത് ഔട്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസിൽ നിന്നാണ് സെയിൽസ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 20,000 ആണ്. 20,000 സെയിൽസ് റിട്ടേൺ. അത് ക്രെഡിറ്റ് സെയിൽസിൽ നിന്നാണ് സെയിൽസ് റിട്ടേൺ വന്നേക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൽ നിന്ന് വേണം മൈനസ് ചെയ്യാനായിട്ട്. സൺട്രി ഡെറ്റേഴ്സ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് തന്നിട്ടുണ്ട്. ഇവിടെ ബിൽസ് റിസീവബിൾ ഇല്ല, ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെറ്റേഴ്സിനെ മാത്രം ആവറേജ് എടുത്താൽ മതി, അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതല്ലേ: നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് റിസീവബിൾ ആണ്. ഇവിടെ ട്രേഡ് റിസീവബിളിൽ ഡെറ്റർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ആവറേജ് ഡെറ്റേഴ്സിന് എഴുതാം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് അറിയണം. ക്രെഡിറ്റ് സെയിൽസ് അറിയണമെങ്കിൽ അവർ പറയുന്നുണ്ട് മൊത്തം സെയിലിൻ്റെ 20% ക്യാഷ് സെയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പെർസെൻറ്റേജ് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്യണം. ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അപ്പോൾ ടോട്ടൽ സെയിൽസ് 1,75,000 ആണ്. ആ 1,75,000 20% മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 1,75,000 80% എടുത്താലും നമുക്ക് ആൻസർ കിട്ടും. കാരണം 100%-ൽ 20% ക്യാഷ് സെയിലാണെങ്കിൽ ബാക്കി 80% ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കില്ലേ. അപ്പോൾ 1,70,75,000 ഇൻറ്റു 80/100 ചെയ്താലും മതി. അല്ലെങ്കിൽ 1,70,75,000-ൻ്റെ 20% കണ്ടിട്ട് 1,70,75,000 കുറയ്ക്കേണ്ടി വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്താലും നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1,40,000 ആണ് ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടുക. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ എന്തുണ്ട്? സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ അതും കൂടി മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടുള്ള 1,40,000-ൽ നിന്നും 20,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 1,20,000 ആണ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടുക. കാരണം നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ വെറും ക്രെഡിറ്റ് സെയിൽസ് അല്ല എഴുതുക, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഗ്രോസ് ക്രെഡിറ്റ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടി, 1,20,000 എന്ന് കിട്ടി. ഇനി ആവറേജ് ഡെറ്റേഴ്സ് കാണണം. ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്വസ്റ്റിലുണ്ട്, ക്ലോസിംഗ് ഡെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ 8,000 പ്ലസ് 12,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ 20,000/2 ആണ്. അപ്പോൾ 10,000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആവറേജ് ഡെറ്റേഴ്സ്. അപ്പോൾ ആവറേജ് ഡെറ്റേഴ്സ് നമുക്ക് 10,000 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ആണ്. അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുക. അപ്പോൾ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടും. ഇത് ടൈംസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ 12 ടൈംസ് എന്ന് എഴുതുക. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ആൻസറിനെ ഡേയ്സിലാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ 365 എന്ന് എടുക്കാൻ കുഴപ്പമില്ല. 365/12 എന്ന് ചെയ്യുക. ഇനിയിപ്പോൾ ആവറേജ് കളക്ഷൻ പീരീഡ് മന്തിലാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ
12/12 നമുക്ക് 1 എന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ, ഒരു ദിവസത്തെ ക്രെഡിറ്റ് സെയിൽസ് കാണണമെങ്കിൽ നമുക്ക് മൊത്തം ക്രെഡിറ്റ് സെയിൽസ് 1,20,000 എന്നല്ലേ കിട്ടിയേക്കണേ. അതേ ഡിവൈഡഡ് ബൈ ഒരു വർഷത്തെ ഡേയ്സ് 365 എടുക്കാം, അല്ലെങ്കിൽ 360 എടുക്കാം. ഇതിലെല്ലാം നമ്മൾ ബിസിനസ് ഡേയ്സ് 360 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു 5 ദിവസം കുറച്ചിട്ട് 360 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കളക്ഷൻ പീരീഡ് യൂഷ്വലി നമ്മൾ 360 ആണ്. 365 നമ്മൾ കൂടുതലും 360 ആണ് യൂഷ്വലി നമ്മൾ കളക്ഷൻ പീരീഡിന് വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യുക. ബാക്കി കുറച്ച് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ആയിട്ട് പോകുമല്ലോ, അതുകൊണ്ട് 360 ആണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ആവറേജ് കളക്ഷൻ പീരീഡ് എടുക്കുമ്പോഴും 360 വെച്ച് ചെയ്താലും മതി കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഡെറ്റേഴ്സിൽ നമുക്ക് കളക്ഷൻ പീരീഡ് എടുക്കുമ്പോൾ 365 നല്ലത് 360 ഡേയ്സ് ആണ് കേട്ടോ. അത് ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ കണ്ടുപിടിക്കുമ്പോഴും 360 വെച്ചിട്ട് ഒരു ദിവസത്തെ ക്രെഡിറ്റ് സെയിൽസ് വർക്കൗട്ട് ചെയ്താൽ മതി. മൊത്തം ക്രെഡിറ്റ് സെയിൽസ് ഒരു വർഷത്തെ 1,20,000 ആണ്. അപ്പോൾ ഒരു ദിവസത്തെ കിട്ടാനായിട്ട് 1,20,000 ബൈ 360 ചെയ്യുക. അപ്പോൾ 333.33 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഇത്രയാണ് ഈ ഒരു ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു റേഷ്യോ ആണ്, ആക്ടിവിറ്റി റേഷ്യോയിൽ വരുന്ന മറ്റൊരു റേഷ്യോ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വളരെ സിമ്പിളാണ്. ക്രെഡിറ്റർ എപ്പോഴാണ് നമുക്ക് ഉണ്ടാവാം? ക്രെഡിറ്റർ ഉണ്ടാകും നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോഴാണല്ലേ, കടമായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് നമുക്ക് ക്രെഡിറ്റർ ഉണ്ടാവുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്, അവിടെ നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വരും. ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് പേയബിൾ ആണ് വരിക. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സും വരും, അതിനോടൊപ്പം തന്നെ ബിൽസ് പേയബിളും വരും. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഉണ്ടെങ്കിൽ ആവറേജ് എടുക്കുക കേട്ടോ, അതും ശ്രദ്ധിക്കുക. ആവറേജ് കളക്ഷൻ പീരീഡ് ഇവിടെ തന്നെ സെയിം തന്നെ 360 വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചൊരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കതിനൊരു പ്രോബ്ലം നോക്കാം. Rani Limited purchases goods on cash and credit terms. From the following information, calculate creditors turnover ratio. അതിൽ ടോട്ടൽ പർച്ചേസ് പറഞ്ഞിട്ടുണ്ട് 4,20,000, ക്യാഷ് പർച്ചേസ് 40,000 ആണ്, പർച്ചേസ് റിട്ടേൺ ഉണ്ട് 20,000. ക്രെഡിറ്റേഴ്സ് അറ്റ് എൻഡ് ഓഫ് ദി ഇയർ, ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് 70,000. ബിൽസ് പേയബിൾ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ, അതായത് ഇതുപോലെ ക്ലോസിംഗിലെ ബിൽസ് പേയബിൾ വന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സിന് വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് 3,750. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾസ് ആണ്. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ പർച്ചേസിൽ നിന്നും ക്യാഷ് പർച്ചേസ് കുറച്ചാൽ ബാക്കി ക്രെഡിറ്റ് പർച്ചേസിലേക്ക് കിട്ടുക. അപ്പോൾ ടോട്ടൽ പർച്ചേസിൽ നിന്നും ക്യാഷ് പർച്ചേസ് കുറയ്ക്കുക. ഇവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ട്, അപ്പോൾ പർച്ചേസ് റിട്ടേൺസും കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ 4,20,000 നിന്നും 40,000 മൈനസ് ചെയ്യുക, 20,000 മൈനസ് ചെയ്യുക, അപ്പോൾ 3,60,000 എന്ന് കിട്ടും. അതാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്. നമുക്ക് ആവറേജ് ട്രേഡ് പേയബിൾസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആവറേജ് ട്രേഡ് പേയബിൾസ് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ആവറേജ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടും നമുക്ക് എൻഡിങ് ഡേറ്റിലാണ് വന്നേക്കുന്നത്. ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ഡേറ്റിലാണ് വന്നേക്കുന്നത് 70,000. അതുപോലെ തന്നെ ബിൽസ് പേയബിളും ക്ലോസിംഗ് ഡേറ്റിലാണ് വന്നേക്കുന്നത് 10,000. അപ്പോൾ രണ്ടും കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 70,000 പ്ലസ് 10, രണ്ടിൻ്റെയും ക്ലോസിംഗ് ഡേറ്റ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 80,000 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആവറേജ് ട്രേഡ് പേയബിൾസ്. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട്, അവിടെ നമുക്ക് പ്രൊവിഷനൊന്നും ആവശ്യമില്ല കേട്ടോ, അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാം. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് 3,60,000 ആണ്. അതുപോലെ ആവറേജ് ട്രേഡ് പേയബിൾസ് 80,000 ആണ്. അപ്പോൾ 3,60,000 ഡിവൈഡ് ബൈ 80,000 നമുക്ക് ചെയ്യാം. ആൻസർ 4.5 എന്ന് കിട്ടും. അപ്പോൾ 4.5 ടൈംസ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ആവറേജ് കളക്ഷൻ പീരീഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്, ഇവിടെ കളക്ഷൻ പീരീഡ് എന്നല്ല പറയുക, പേയ്മെൻറ്റ് പീരീഡ് എന്നാണ് പറയുക. കാരണം ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെൻറ്റിൽ നടച്ച് ചെയ്യുക, ഡെറ്ററുടെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്യും, അതുപോലെ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻ്റ് ആണ് നടത്തുക. അതുകൊണ്ട് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്നാണ് പറയുക. ഇവിടെ നമുക്ക് 360 വെച്ച് വർക്കൗട്ട് ചെയ്താൽ മതി. 360 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, പേയ്മെൻറ്റ് പീരീഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 360 ബൈ നമുക്ക് കിട്ടിയ ആൻസർ 4.5 ചെയ്യുക. അപ്പോൾ ആൻസർ 80 ഡേയ്സ് എന്ന് കിട്ടും. അതിന് നമുക്ക് ഒരു ദിവസത്തെ ക്രെഡിറ്റ് പർച്ചേസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടല്ലോ 3,60,000 അല്ലേ, അതേ ഡിവൈഡ് ബൈ 360 ചെയ്യുക. അപ്പോൾ 1,000 എന്ന് കിട്ടും. ഇങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് റേഷ്യോസ് പറഞ്ഞു ആക്ടിവിറ്റിയിലെ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റേഷ്യോ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്: നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽസ് കിട്ടും.
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ്. ടോട്ടൽ കറണ്ട് അസെറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലൈബിലിറ്റി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺസ് ഉണ്ട് 15,000, കറണ്ട് അസെറ്റ് 2 lakh, കറണ്ട് ലൈബിലിറ്റീസ് 1,20,000. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. ഇവിടെ സെയിൽസ് 5,75,000 ആണ്. അതിൽ നിന്ന് 15,000 കുറയ്ക്കുക, അപ്പോൾ 5,60,000 കിട്ടും. ദാറ്റ് ഈസ് നെറ്റ് സെയിൽസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ ഞാൻ പറഞ്ഞു കറണ്ട് അസെറ്റിൽ നിന്നും കറണ്ട് ലൈബിലിറ്റി കുറയ്ക്കുക. ഇവിടെ കറണ്ട് അസെറ്റും കറണ്ട് ലൈബിലിറ്റീസും ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 lakh നിന്ന് 1,20,000 കുറയ്ക്കുക, അപ്പോൾ 80,000 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. നെറ്റ് സെയിൽസ് എത്രയാണ്? 5,60,000, വർക്കിംഗ് ക്യാപിറ്റൽ 80,000, അപ്പോൾ 5,60,000/80,000 7 എന്ന് കിട്ടും. ഇവിടെ ആൻസർ ടൈംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 7 times. നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് എല്ലാം തന്നെ ടൈംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആക്ടിവിറ്റി റേഷ്യോസിന് 3 ഞാനിപ്പോൾ പറഞ്ഞു ഓൾറെഡി. ഇന്നത്തെ ക്ലാസ്സിൽ 3 പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞു. അപ്പോൾ മൊത്തം 4 നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് അതിൽ വരുന്ന മറ്റൊരു റേഷ്യോ ആണ്, ലാസ്റ്റ് റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഈ ഒരു റേഷ്യോയോട് കൂടി നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് കഴിയും. ഇത് ഇക്വേഷൻസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി വയ്ക്കുക, അതിനുശേഷം പഠിക്കുക, ഇക്വേഷൻസ് പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലം ചെയ്യുക. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അതിൽ ഫിക്സഡ് അസറ്റ് വന്നിട്ടുണ്ട് 2,40,000, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട് 40,000, ഗ്രോസ് സെയിൽസ് ഉണ്ട് 12,50,000, സെയിൽസ് റിട്ടേൺ ഉണ്ട് 50,000, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് 1,50,000. നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ വർക്കൗട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ്. ഇവിടെ സെയിൽസ് വന്നേക്കുന്നത് 12,50,000 ആണ്. ആ 12,50,000 നിന്നും സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 50,000 കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് 12 lakh. ദാറ്റ് ഈസ് നെറ്റ് സെയിൽസ്. ഇനി നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ വാല്യൂ വേണം നമ്മൾ കാണിക്കാൻ. അതായത് ആഫ്റ്റർ ഡിപ്രീസിയേഷന് ശേഷമുള്ള ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ വേണം കാണിക്കാനായിട്ട്. അപ്പോൾ 2,40,000 രൂപ വിലയുള്ള ഫിക്സഡ് അസറ്റ് ആയിരുന്നു. അതിന് ഒരു 40,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 2 lakh വേണം നമ്മൾ നെറ്റ് ഫിക്സഡ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. നെറ്റ് സെയിൽസ് 12 ലക്ഷം ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് 2 ലക്ഷം. ദി ആൻസർ ഈ 6 എന്ന് കിട്ടും. ഇതും ടൈംസിലാണ് 6 times. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് കഴിഞ്ഞു. ഈ ആക്ടിവിറ്റി റേഷ്യോസ് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, അത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.